നമുക്കിന്ന് കർണാടക സ്പെഷ്യൽ ഒരു ട്രഡീഷണൽ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. ബിരിയാണിയുടെ കളർ ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നത്, അതായത് പച്ച മസാലകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലായിട്ട് ബിരിയാണിക്ക് ചേർക്കുന്ന എല്ലാ സ്പൈസസും ചേർത്ത് സവോള വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതാണ് അതിൻ്റെ ആ ബിരിയാണിയുടെ ഒരു മസാല എന്ന് പറയുന്നത്. കൂടുതലൊന്നുമില്ല, പുതിന, മല്ലിയില, പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ഉലുവേലയാണ് കേട്ടോ. ഉലുവേല ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട, എന്നാലും ഉലുവേല മസ്റ്റാണ് കേട്ടോ. ഉലുവേലയും കൂടെ ചേർത്ത് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതും ഇതിനകത്ത് ചേർത്തിട്ട് മസാല നല്ലോണം വഴന്നതിന് ശേഷം മാത്രം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന് ഒരു 1/2 കിലോ റൈസേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് അരി ഒരു 20 മിനിറ്റ് നേരം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാരങ്ങാനീരും കുറച്ച് തൈരും 2 തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ചിക്കൻ ഒന്ന് അതിനകത്ത് കിടന്നൊരു ഹാഫ് പോർഷൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അരിക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് നമുക്ക് 4 ഗ്ലാസ് വെള്ളം, അത്രയും മതി. വേറെ വെള്ളം യൂസ് ചെയ്യുന്നില്ല, കാരണം ചിക്കനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും. എന്നിട്ട് നല്ലോണം അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ട് ആ തിള വന്ന്. വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഈ രമ്പയില ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ടുള്ള കുറച്ച് ഉലുവേലയും കൂടെ ചേർത്ത് കൊടുത്തു. അരി തേണ്ട നമുക്ക് നല്ല പദം വന്നു കഴിഞ്ഞ് നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന ഒരവസ്ഥയിൽ കുറച്ചൊരു വാഴയില കൊണ്ട് അതൊന്ന് മൂടി വെച്ച് ദം ചെയ്തെടുക്കണം ഒരു 10 മിനിറ്റ്. ഇപ്പം നമ്മൾ ദം ചെയ്തെടുത്ത ബിരിയാണിയാണ് നമ്മുടെ ട്രഡീഷണൽ ബിരിയാണി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റാകട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണമേ. കൂട്ടത്തിൽ ഞാനൊരു ബോൺലെസ് കബാബ് കൂടി ഉണ്ടാക്കി. കബാബൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴും തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിൽ പോലും ബോൺലെസ് പീസസാണ് ഞാൻ ചിക്കന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്യുന്നത് കണ്ടല്ലോ. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് നാരങ്ങാനീര്, കുറച്ച് തൈര്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് ഒരു മുട്ടയും 3-4 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് കോരാം. എണ്ണയിൽ വറുത്ത് കോരുന്ന അവസാനമാകുമ്പോൾ നമുക്ക് കുറച്ച് കരിയാപ്പില, 2-3 പച്ചമുളകും കൂടി ഇട്ട് കഴിയുമ്പം കബാബിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ ബിരിയാണിയും കബാബും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു റൈത്തയും കൂടി ഉണ്ടാക്കി കേട്ടോ. ഈ മഴയത്ത് നല്ല ചൂട് ബിരിയാണി സൂപ്പറാണ് കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ബാൽക്കണിയിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി. പക്ഷേ 4-5 കായ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. 3 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പിടിപ്പിച്ചെടുത്ത ഒരു കരിയാപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. 1-2 തൈ തക്കാളിയുമുണ്ട്. എൻ്റെ കുഞ്ഞാപ്പീനെ കണ്ടോ എല്ലാവരും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വേണ്ട സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.